കർത്താവിൻ്റെ പരിശുദ്ധമേറിയ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടട്ടെ. അല്പനേരം ഒരുമിച്ച് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കുവാൻ കർത്താവ് തരുന്ന ഭാഗ്യത്തിനായി സ്തോത്രം. ഈ രാത്രിയിൽ ഞങ്ങൾ സഹോദരന്മാരൊരുമിച്ച് കർത്താവിൽ ആശ്രയിച്ച് ചില പാട്ടുകൾ ഇവിടെ പാടുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഈ പാട്ടുകൾ നിങ്ങളുടെ കാതുകളിലെത്തുമ്പോൾ അത് നിങ്ങളുടെ പ്രശ്നത്തിനും നിങ്ങളുടെ പ്രതിസന്ധിക്കും ഒരു വിടുതലിന് കാരണമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞങ്ങൾ ഒരുമിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഈ പാട്ടുകൾ ഇവിടെ പാടുന്നു. ഞങ്ങൾ ഒരുമിച്ച് ചേരുമ്പോൾ വാത്സല്യ ദേവദാസൻ, പ്രിയ ബോവസ്, പ്രിയ ഫിന്നി, പ്രിയ മനു, അപ്പോൾ തന്നെ പ്രിയ ക്രിസ്റ്റോ, ഞങ്ങൾ ഒരുമിച്ചാണ് ഈ ലൈവ് ചെയ്യുന്നത്. ഇവരെല്ലാം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നിങ്ങളെ ഓർക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ മുറികളിൽ, നിങ്ങളുടെ വീടുകളിൽ ഈ പാട്ടുകൾ എത്തുമ്പോൾ അത് നിങ്ങൾക്കൊരു അനുഗ്രഹമായി തീരട്ടെ. പ്രാർത്ഥനയോടെ ഈ പാട്ടുകൾ ശ്രദ്ധിച്ചാലും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. You
മനോവ്യഥകൾ നീയെന്നും കണ്ടു, മനസ്സലിഞ്ഞു ദയ കാട്ടി നീ. ഇരുളേറും പാതയിലെല്ലാം ഇതുവരെയും താങ്ങിയല്ലോ. ഇരുളേറും പാതയിലെല്ലാം ഇതുവരെയും താങ്ങിയല്ലോ. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ, വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ, നന്ദിയല്ലാതില്ലൊന്നുമില്ല, എന്നും കരുതലിൽ വഹിച്ചവനേ. നന്ദിയല്ലാതില്ലൊന്നുമില്ല, എന്നും കരുതലിൽ വഹിച്ചവനേ. ീലെന്നെ വഹിച്ചതീന മുള്ളിൻ കുരുക്കതിൽ വീണതില്ല. വൃത്തിയിലെന്നെ വഹിച്ചതീന മുള്ളിൻ കുരുക്കതിൽ വീണതില്ല. കണ്ണിലെന്നെ നോക്കിയതീന തുമ്പമൊന്നും ഏശിയില്ല. കണ്ണിൽ തന്നെ നോക്കിയതീന തുമ്പമൊന്നും ഏശിയില്ല. കണ്ണിൻ മണി പോ എന്നെ കരുതും ഉള്ളം കരത്തിൽ എന്നെ വഹിക്കും. തള്ളിക്കളയാതെ മാറിൽ ചേർക്കും സ്നേഹമാകും യേശുവേ. തള്ളിക്കളയാതെ മാറിൽ ചേർക്കും സ്നേഹമാകും യേശുവേ. തള്ളിക്കളയാതെ മാറിൽ ചേർക്കും സ്നേഹമാകും യേശുവേ. പ്രാണനേക്കാൾ അരികിലുള്ളതിനാൽ ഭയപ്പെടുവാൻ കാര്യമില്ല. സ്നേഹമേറെ നൽകുന്നതിനാൽ ഭാരപ്പെടുവാനും അതിന് കാര്യമില്ല. പ്രാണനേക്കാൾ അരികിലുള്ളതാ ഭയപ്പെടുവാൻ കാര്യമില്ല. പ്രാണനേക്കാൾ അരികിലുള്ളതാ ഭയപ്പെടുവാൻ കാര്യമില്ല. സ്നേഹമേറെ നൽകുന്നതിനാ ഭാരപ്പെടുവാൻ നേരമില്ല. സ്നേഹമേറെ നൽകുന്നതിനാ
ഉണ്ടാകട്ടെ. നിങ്ങൾ ശ്രമിച്ച ഗാനങ്ങൾ നിങ്ങൾക്കൊരു അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്പസമയം നമുക്ക് ദൈവവചനത്തിൽ നിന്ന് ചെറിയ ഒരു ചിന്ത കേൾക്കാം. ആ ദൈവത്തിൽ സംസാരിക്കുവാൻ പാസ്റ്റർ ബിനോയെ മുൻപോട്ട് ക്ഷണിക്കുന്നു. കർത്താവിൻ്റെ ധന്യ തിരുനാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടട്ടെ. വളരെ സന്തോഷത്തോടെ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നു. ഞങ്ങളെ കേൾക്കുന്നവർ പ്രത്യാശയോടും സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ ഈ രാത്രിയിൽ ഇരിക്കുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. അല്പ നിമിഷങ്ങൾക്ക് മുമ്പേ നമ്മൾ കേട്ട ആ പാട്ട് പോലെ വന്ന വഴികൾ ഒന്നോർത്താൽ മാത്രം മതി നമ്മുടെ ജീവിതത്തിലെ സകല പ്രതികൂലങ്ങളും സകല പ്രതിസന്ധികളും മാറാൻ. നമ്മൾ വന്ന വഴി, നടത്തിയ വഴി, കർത്താവ് നമ്മളെ കൊണ്ടുവന്ന വഴി, ഇത് മാത്രമൊന്നേ ഈ രാത്രിയിൽ ഓർത്താൽ മതി. വളരെ ആ ദൈവിക ചിന്ത നമ്മളിലേക്ക് വരുമ്പോൾ നമ്മുടെ മറ്റുള്ള ഭയങ്ങളും നിരാശകളും ബുദ്ധിമുട്ടുകളും എല്ലാം നമ്മൾ അറിയാതെ തന്നെ മാറിപ്പോകും. പ്രത്യേകാൽ ഈ കാലഘട്ടത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് പലരിലേക്കും പല കുടുംബങ്ങൾക്കകത്തേക്കും അസാധാരണമായിട്ടുള്ള ഭയങ്ങൾ കയറി വരുന്നൊരു കാഴ്ച നമ്മൾക്ക് കാണുവാനിടയാകും. പലരും ഭയപ്പെട്ടിരിക്കുക, പലരും പ്രയാസപ്പെട്ടിരിക്കുക, പലരും വേദനിച്ചിരിക്കുക. എന്നാൽ ഈ രാത്രിയിൽ ഞങ്ങളെ ഈ ശബ്ദം കേൾക്കുമ്പോൾ താങ്കളുടെ ജീവിതം ഭയത്തിലാണോ? താങ്കൾ പ്രയാസപ്പെട്ടിരിക്കുകയാണോ? താങ്കൾ നിരാശിതനായിരിക്കുകയാണോ? ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒരു കാര്യം മാത്രം നിങ്ങൾ ഓർത്താൽ മതി. കർത്താവ് കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങളെ നടത്തിയ വഴികൾ മാത്രം ഒന്ന് ഓർത്താൽ മതി. നിങ്ങളുടെ ഭയം നിങ്ങളിൽ നിന്ന് മാറിപ്പോകും, പ്രയാസം നിങ്ങളിൽ നിന്ന് മാറിപ്പോയും, ബുദ്ധിമുട്ട് നിങ്ങളിൽ നിന്ന് മാറിപ്പോകും. ഒന്നോർത്തേ, ദേവദാസന്മാർ പാടിയ പാട്ടിങ്ങനെയല്ലേ, വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ കർത്താവ് നിങ്ങളെ നടത്തിയില്ലേ? പലപ്പോഴും പല സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമില്ലാതിരുന്നപ്പോൾ, സാഹചര്യം മൊത്തം നിങ്ങൾക്ക് പ്രതികൂലമല്ലാതിരുന്നപ്പോൾ, നാളെ എന്താകുമെന്നുള്ള ഭയവും ചിന്തയും ഒരു കാലഘട്ടത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ആഞ്ഞടിച്ചു വന്നപ്പോൾ, പ്രതീക്ഷിക്കാതിരുന്ന വഴികൾ, പ്രതീക്ഷിക്കാതിരുന്ന ഡോറുകൾ ആ സ്വർഗം നിങ്ങൾക്ക് വേണ്ടി തുറന്നു തന്നെ നിങ്ങൾ പോലും ചിന്തിക്കാത്ത വഴിയിൽ, നിങ്ങൾ പോലും ആഗ്രഹിക്കാത്ത വഴിയിൽ നിങ്ങളെ കയറ്റി സ്വർഗം നടത്തിയില്ലേ? ഇപ്പോൾ നിങ്ങളായിരിക്കുമ്പോൾ അന്ന് ഒന്ന് തിരിഞ്ഞ് മാത്രം ഒന്ന് നോക്കിക്കേ. ഒരിക്കലും ചിന്തിക്കാത്ത വഴിയിലൂടെയല്ലേ കർത്താവ് നിങ്ങളെ നടത്തിയത്? ഒരിക്കലും ആഗ്രഹിക്കാത്ത നന്മകളല്ലേ സ്വർഗം നിങ്ങൾക്ക് തുറന്നു തന്നത്? അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിലുള്ളപ്പോൾ, അതൊക്കെ അനുഭവിച്ചുകൊണ്ടല്ലേ പലരും പലപ്പോഴും ഭയത്തിലും നിരാശയിലും പ്രയാസത്തിലുമായിരിക്കുന്നത്. ഈ രാത്രിയിൽ ഈ പാട്ടിവിടെ പാടുകയും ഈ ചെറിയ സന്ദേശം നിങ്ങളോട് പറയുകയും പങ്കുവെക്കുകയും ചെയ്യുമ്പോൾ ഒന്ന് മാത്രം അറിയാം, എനിക്കറിയാം ഇതെന്തിനാ പറയുന്നത്, ഇതെന്തിനാ ചോദിക്കുന്നത്, ഇതെന്തിനാ നിങ്ങളുടെ അടുത്തേക്ക് അവതരിപ്പിക്കുന്നത്. അതിനൊരൊറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങളെ നടത്താൻ, നിങ്ങളെ ഉയർത്താൻ, നിങ്ങളെ കൈപിടിച്ച് നടത്താൻ നസ്രത്തുകാരനായ യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ. കാരണമുണ്ട്. കഴിഞ്ഞ കാലത്തിൽ നശിച്ചു കൊണ്ടിരുന്ന, നാറാണക്കല്ല് പിടിച്ച, നശിച്ചു പോയ നിങ്ങളെ കരം പിടിച്ച് ചേർത്ത് നിർത്തി മറ്റാരെ കഴിഞ്ഞ് ഉയർത്തിക്കൊണ്ടുവന്ന ആ കർത്താവിനെയാ ഈ രാത്രി ഞങ്ങൾ ഉയർത്തുന്നത്. അതുകൊണ്ട് സ്നേഹിത, ഒരു കാലത്തിൽ നിങ്ങളുടെ ശരീരത്തിൽ വന്ന രോഗം നിങ്ങളോട് പറഞ്ഞില്ലേ നിങ്ങൾ തീർന്നു പോകുമെന്ന്? ആ രോഗവുമായിട്ട് നിങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് കടന്നു ചെന്നപ്പോൾ ഡോക്ടർ നിങ്ങളോട് പറഞ്ഞില്ലേ ഇത് ശ്രദ്ധിക്കണം, ഇത് സൂക്ഷിക്കണം, ഇത് ഭയങ്കരമാ? എന്നാൽ ഡോക്ടർമാരുടെ വാക്കുകളെ കഴിഞ്ഞു കർത്താവ് നിങ്ങളെ അത്ഭുതകരമായി നടത്തിയല്ലേ ഇന്ന് രാത്രിയിൽ ഇവിടെ ആയിരിക്കുന്നത്? ആ ശബ്ദം നിങ്ങൾ കേട്ടിട്ടില്ലേ? നിങ്ങൾ അഭിമുഖീകരിച്ച പ്രശ്നങ്ങൾ, കടഭാരങ്ങൾ, തലമുറയുടെ പ്രശ്നങ്ങൾ, ശരീരത്തിൻ്റെ പ്രശ്നങ്ങൾ, ഭാവിയുടെ വിഷയങ്ങൾ, ഇതൊക്കെ പ്രതിസന്ധി പോലെ ഒരു വലിയ മല പോലെ നിങ്ങളുടെ മുമ്പിൽ വന്നു നിന്നപ്പോഴും അവിടേക്ക് കർത്താവ് ഇറങ്ങി വന്നില്ലേ? ഇറങ്ങി വന്നിട്ട് കർത്താവ് പറഞ്ഞില്ലേ, മക്കളെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട,
ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലങ്കരം കൊണ്ട് ഞാൻ നിങ്ങളെ താങ്ങും. ഇത് പറയുക മാത്രമല്ല, ഈ പറഞ്ഞതെല്ലാം കർത്താവ് പ്രവർത്തിച്ച് നിങ്ങളെ കരം പിടിച്ചല്ലേ ഇന്ന് രാത്രി ഇവിടം വരെ കൊണ്ടുവന്നത്. അതുകൊണ്ട് ധൈര്യത്തോടെ ഞങ്ങൾ പറയുക, പിൽക്കാലങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങളെ നടത്തിയ കർത്താവ് ഇനിയും മുന്നോട്ട് നടത്താൻ ശക്തനാ. ബഹുദൂരം ഇനിയുമുണ്ട് നിങ്ങൾക്ക് യാത്രകൾ, ഇനിയും നിങ്ങൾക്ക് മുന്നോട്ടൊരു പോക്കുണ്ട്, ഇനിയും യാത്രകളുണ്ട്, ഇനി പ്രതികൂലങ്ങൾ ഒരു പക്ഷേ വന്നാക്കാം, ഇനി പ്രതിസന്ധി ഒരു പക്ഷേ വന്നാക്കാം. എന്നാൽ അവിടെയൊക്കെ താങ്കൾ ഒറ്റയ്ക്കല്ല, താങ്കളുടെ കർത്താവുണ്ട്. പ്രതിസന്ധിക്കകത്ത് കർത്താവുണ്ടെന്നേ, പ്രതിസന്ധിയിൽ കർത്താവിനെ ഒന്ന് അനുഭവിച്ചറി. പ്രതികൂലത്തിനകത്ത് കർത്താവുണ്ടെന്നേ, പ്രതികൂലത്തിനകത്ത് ആ യേശുവിനെ ഒന്ന് അനുഭവിച്ചറിയുവാൻ ഒരു പ്രാവശ്യം കൊണ്ടൊന്ന് തീരുമാനിക്കാമോ? പലപ്പോഴും നമ്മൾ പഴി പറയുന്നവരാ, പലപ്പോഴും നമ്മൾ വേദനിക്കുന്നവരാ, നമ്മുടെ പ്രതികൂലം മാത്രം വലുതെന്ന് പറഞ്ഞ് നമ്മൾ പരാതി പറയുന്നവരാ. എന്നാൽ ഇന്ന് രാത്രി പറയാം, പ്രതികൂലം വരുമ്പോൾ, പ്രതിസന്ധി വരുമ്പോൾ നിന്റെ കഴിഞ്ഞകാല ജീവിതത്തിലേക്കൊന്ന് ഒരു എത്തിനോട്ടം അത് നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമായി വരും. കാരണം ഇതുവരെയും നടക്കത്തില്ല എന്ന് പറഞ്ഞത്, ഇതുവരെയും ഉയരത്തില്ല എന്ന് പറഞ്ഞത്, ഇതുവരെയും വരത്തില്ല എന്ന് പറഞ്ഞത് കൊണ്ടു തന്ന് കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ചില്ലേ? ആയതിനാൽ ഇന്ന് രാത്രി ചിന്തകളെല്ലാം മാറ്റിക്കേ, പ്രയാസങ്ങളെല്ലാം മാറ്റിക്കേ, ഭയമെല്ലാം മാറ്റിക്കേ. എന്നിട്ട് കർത്താവിനോട് പറ, കർത്താവേ, കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളെ നടത്തിയ കർത്താവേ, ഇവിടം വരെ കൊണ്ടെത്തിച്ച കർത്താവേ, ഞങ്ങളങ്ങ് സ്തുതിക്കുന്നതെന്ന് പറ. കാരണം ആ വാക്ക് കേൾക്കാൻ അരുമനാഥനായ ക്രിസ്തു നിങ്ങളുടെ അടുത്തിരിപ്പുണ്ട്. എത്ര പേര് ഇത് മനസ്സിലാക്കുന്നു? എത്ര പേർക്ക് ഇത് മനസ്സിലാകും? അതുകൊണ്ട് ധൈര്യത്തോടെ ദേവദാസൻ പറഞ്ഞു, വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥനെ സ്തോത്രം. ഈ രാത്രിയിൽ അത് ഞങ്ങളൊന്ന് ഓർപ്പിക്കട്ടെ, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഈ പ്രാർത്ഥന, ഈ ചെറിയ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിന് ഒരു അനുഗ്രഹമാകട്ടെ. നിങ്ങൾ പ്രാർത്ഥനകൾ ആവശ്യപ്പെടുന്നെങ്കിൽ, താങ്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ പ്രതികൂലത്തിലോ പ്രയാസത്തിലോ ബുദ്ധിമുട്ടിലോ ഒക്കെ ആണെങ്കിൽ, നിങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ താഴെ ഒരു നമ്പർ കൊടുക്കും. ആ നമ്പറിൽ ദയവായിട്ട് വിളിച്ചാട്ടെ. ദൈവദാസന്മാർ, കർത്താവിൻ്റെ അഭിഷിക്തന്മാർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. താബോറിലുള്ള IPC താബോർ പാതിപ്പലൻ ചർച്ചിലുള്ള അഭിഷിക്തന്മാർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആവശ്യമെങ്കിൽ നിങ്ങളുടെ അടുത്ത് വരും. എന്നിട്ട് നിങ്ങളെ ചേർന്ന് നിങ്ങളോട് ചേർന്നിരുന്ന് നിങ്ങളുടെ കാര്യങ്ങളിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് കർത്താവിന് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരനുഗ്രഹമായി തീരും. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദയവായിട്ട് കണ്ണുകളെ ഒന്ന് അടച്ചാട്ട്. നിത്യനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. ഞങ്ങളെ അങ്ങ് കേൾപ്പിച്ച നല്ല പാട്ടിനായി, ചെറിയ സന്ദേശത്തിനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. ഈ വ്യക്തികൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വ്യക്തികളെ പിതാവിൻ്റെയും പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. എല്ലാ പ്രതികൂലങ്ങളും മാറിപ്പോകട്ടെ, എല്ലാ വേദനകളും മാറിപ്പോകട്ടെ, എല്ലാ നിരാശകളും മാറിപ്പോകട്ടെ. അത് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ കൽപ്പിക്കുന്നു. അതങ്ങനെ സംഭവിക്കും. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കരു